Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakals Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. Zia Gold and Diamonds, the purest bond. Opposite SBI Main Road, Trikkaripur. Glass Palace, MM Road, Pilattara. Annum, innum, ennum. Didi Electrical and Hardwares, Railway Station Road, Paliyangadi. Aura Home Center. Aura, Oru Veedu. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ റെഡ്, ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിയ കേസ് CBIക്ക് വിട്ട കോടതി നടപടി സർക്കാരിനേറ്റ തിരിച്ചടിയാണെന്ന് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. വോട്ട് തേടി തുഴയെറിഞ്ഞ് പുഴ താണ്ടി തെക്കേ തൃക്കരിപ്പൂർ കടപ്പുറത്തെ LDF സ്ഥാനാർത്ഥി മനോഹരൻ. ചെറുപുഴയിലെ വികസന മുരടിപ്പെടുത്തുകാട്ടി ഭരണം തിരിച്ചുപിടിക്കാനുള്ള തയ്യാറെടുപ്പിൽ LDF. കയ്യിൽ പണിയായുധങ്ങളും മനസ്സിൽ വാർഡിലെ വോട്ടർമാരും. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും KM അനിൽകുമാർ ജോലി തിരക്കിൽ. പയ്യന്നൂർ നഗരസഭയിൽ ഭരണമാറ്റം സംഭവിച്ചാൽ വർഷങ്ങളായി യാഥാർത്ഥ്യമാകാത്ത പദ്ധതികൾക്ക് വേഗം കൂട്ടുമെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് DK ഗോപിനാഥ്. പയ്യന്നൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ഡ്രൈവിംഗ് ടെസ്റ്റും റോഡ് ടെസ്റ്റും ആരംഭിച്ചു. റോഡ് സുരക്ഷ, ജീവൻ രക്ഷ എന്ന ലക്ഷ്യം മുൻനിർത്തി റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കർശനമായ പരിശോധന ഉണ്ടാകുമെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ P ശ്രീനിവാസൻ. പാറക്കല്ലുകൾ തേടി കോട്ടഞ്ചേരി മല ഖനന മാഫിയ കീഴടക്കാൻ ഒരുങ്ങുന്നു. പശ്ചിമഘട്ടത്തിലെ ഒരു ജൈവ വ്യവസ്ഥ കൂടി ഇല്ലാതാക്കപ്പെടാൻ പോകുന്ന ഞെട്ടലിൽ പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും. ഡൽഹിയിലെ കർഷക സമരത്തിന് പിന്തുണയേറുന്നു. കർഷകരും വിവിധ സംഘടനകളും സമരവുമായി പൊതുനിരത്തുകളിലേക്ക്. കർഷക സമരത്തിന് ഐക്യദാർഢ്യവുമായി DYFIയുടെ ട്രാക്ടർ റാലി. നീണ്ട ഇടവേളയ്ക്ക് ശേഷം പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിയിൽ വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ പരിശീലനം പുനരാരംഭിച്ചു. വൻകിട കമ്പനികൾക്ക് പെർമിറ്റ് ഇല്ലാതെ ഏതു റൂട്ടിലും ബസ് ഓടിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി. വിശദമായ വാർത്തകളിലേക്ക്. പെരിയ കേസ് CBIക്ക് വിട്ട കോടതി നടപടി സർക്കാരിനേറ്റ തിരിച്ചടിയാണെന്ന് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. വോട്ട് തേടി തുഴയെറിഞ്ഞ് പുഴ താണ്ടി ഒരു സ്ഥാനാർത്ഥി. കാണാം ജനവിധി 2020. വോട്ട് തേടി തുഴയെറിഞ്ഞ് പുഴ താണ്ടി ഒരു സ്ഥാനാർത്ഥി. വലിയ പറമ്പ് പഞ്ചായത്തിലെ 4-ാം വാർഡ് തെക്കേ തൃക്കരിപ്പൂർ കടപ്പുറത്തെ LDF സ്ഥാനാർത്ഥി മനോഹരനാണ് കിലോമീറ്ററുകൾ തോണി തുഴഞ്ഞ് ദ്വീപുകൾ താണ്ടി വോട്ട് തേടുന്നത്. വലിയ പറമ്പ് പഞ്ചായത്തിലെ തെക്കേയറ്റമായ 4-ാം വാർഡ് തെക്കേ തൃക്കരിപ്പൂർ കടപ്പുറത്തെ LDF സ്ഥാനാർത്ഥി മനോഹരനാണ് വോട്ടർമാരെ കാണാൻ കിലോമീറ്ററുകൾ താണ്ടേണ്ടത്. ഏഴിമല നാവിക അക്കാദമി അതിർത്തി മുതൽ കൗവായി കടപ്പുറം വരെയും പഞ്ചായത്തിലെ മറ്റൊരു പ്രധാന ദ്വീപായ മാടക്കാലിലെ ചെറിയ പ്രദേശവും ഉൾപ്പെട്ടതാണ് 4-ാം വാർഡ്. മാടക്കാലിലെ 182 വോട്ടർമാരെ കാണാനെത്തുമ്പോൾ മാത്രമാണ് സ്ഥാനാർത്ഥിക്ക് തോണിയെ ആശ്രയിക്കേണ്ടത്. റോഡ് മാർഗം എത്തണമെങ്കിലും അല്പദൂരം തോണിയിൽ തന്നെ സഞ്ചരിക്കണം. കടപ്പുറത്തെ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്ന് കടത്ത് തോണി കടന്ന് രാമന്തളി പഞ്ചായത്തിലെത്തിയാൽ റോഡ് മാർഗം പയ്യന്നൂർ നഗരസഭയിൽ പ്രവേശിച്ച് തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഒളവറ വഴി സ്ഥാനാർത്ഥിക്ക് മാടക്കാലിലെത്താം. ഇത്രയും ദൂരം സഞ്ചരിക്കുന്നതിനു പകരം 5 കിലോമീറ്റർ തുഴയെറിയുന്നതാണ് ഭേദമെന്ന് സ്ഥാനാർത്ഥി പറയുന്നു. തൃക്കരിപ്പൂർ കടപ്പുറം പ്രദേശവും മാടക്കാലിൻ്റെ ചെറിയ ഭാഗവും പെട്ടതാണ് എൻ്റെ വാർഡ്. സ്വാഭാവികമായിട്ടും നേവൽ അക്കാദമി ബോർഡർ മുതൽ വടക്ക് ഭാഗം ഉൾപ്പെടുന്ന തീരദേശ ഭാഗവും ഉപദ്വീപായ മാടക്കാലും എത്തിച്ചേരണമെങ്കിൽ തോണി മാർഗം 3-4 കിലോമീറ്റർ 5 കിലോമീറ്റർ തോണി മാർഗം വന്നിട്ടാണ് ഇവിടെ വോട്ടഭ്യർത്ഥിക്കേണ്ട എത്തിയിട്ടുള്ളത്. ഏതായാലും വോട്ടർമാർ കാണാൻ
വരുന്ന രീതി ഇതാണ് തോണിമാർഗം വരേണ്ട സാഹചര്യമാണ് നിലവിൽ. പുഴയിൽ വലയെറിയുന്ന മത്സ്യത്തൊഴിലാളികളെയും വിവിധ ആവശ്യങ്ങൾക്കായി ഇരുകര താണ്ടേണ്ടുന്ന വോട്ടർമാരെയും ഈ ബോട്ട് യാത്രക്കിടയിൽ കാണാനുമാകും. UDF സ്ഥാനാർത്ഥിക്ക് വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ താഴെ മാത്രമേ മാടക്കാലിലേക്ക് ദൂരമുള്ളൂ. അശാസ്ത്രീയമായ വാർഡ് വിഭജനമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ദ്വീപ് പഞ്ചായത്തായ വലിയ പറമ്പിലെ 4ാം വാർഡിൽ ഇങ്ങനെയൊരു സ്ഥിതിയുണ്ടാക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ചെറുപുഴയിലെ വികസന മുരടിപ്പെടുത്തുകാട്ടി ഭരണം തിരിച്ചുപിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് LDF. പഴയ മെമ്പർമാരെയും വളരെ കുറച്ച് പുതുമുഖങ്ങളെയും അണിനിരത്തിയാണ് LDF മത്സര രംഗത്തുള്ളത്. കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന്റെ മുന്നണി പ്രവേശം LDFനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണം ചെയ്യും. മാത്രമല്ല, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജമീല കൊളയത്തിന്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ബേബി കളത്തിലിന്റെയും വിമത സ്ഥാനാർത്ഥിത്വം UDFനെ സംബന്ധിച്ചിടത്തോളം വൻ തലവേദനയാണ്. അതുപോലെ പല വാർഡുകളിലും സ്ഥാനാർത്ഥികളെ ചൊല്ലി അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ജനങ്ങളിലേക്ക് എത്തിച്ചാൽ തങ്ങൾക്ക് അനുകൂലമായ ജനവിധിയുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF. ആകെയുള്ള 19 വാർഡുകളിൽ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് അടക്കം UDFന് ലഭിച്ചത് 10 സീറ്റാണ്. 9 സീറ്റാണ് മാണി കോൺഗ്രസ് LDFിൽ എത്തുന്നതിന് മുൻപ് LDFന് ലഭിച്ചത്. അത് തന്നെ നിലനിർത്തിയാൽ തന്നെ LDFന് ഭരണം ലഭിക്കും. എന്നാൽ മലയോര മേഖലയായ ചെറുപുഴയിൽ തങ്ങൾക്കുള്ള സ്വാധീനം അതുപോലെ നിലനിർത്താനായി പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ തന്നെ ഗോതയിലിറക്കിയാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് തങ്കച്ചൻ കാവാലം, പുളിങ്ങോം മണ്ഡലം പ്രസിഡന്റ് സാജൻ ജോസഫ് എന്നിവരും മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KK സുരേഷ് കുമാറും മത്സര രംഗത്തുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഇരുമുന്നണികളുടെയും അഭിമാന പ്രശ്നമാണ്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. പയ്യന്നൂർ നഗരസഭയിലെ 21ാം വാർഡായ കണ്ടങ്ങാളി നോർത്തിൽ നിന്നും ഇത്തവണ UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥാണ്. പയ്യന്നൂർ നഗരസഭയിൽ ഭരണമാറ്റമുണ്ടായാൽ വികസനത്തിന്റെ പരമ്പര തന്നെ നടപ്പിൽ വരുത്തുമെന്ന് അഡ്വക്കേറ്റ് DK ഗോപിനാഥ് പറഞ്ഞു. പയ്യന്നൂർ കോളേജിലെ KSU പ്രവർത്തനത്തിലൂടെയാണ് DK ഗോപിനാഥ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. പിന്നീട് എറണാകുളം ലോ കോളേജിൽ നിന്നും LLB എടുക്കുന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോയി. തളിപ്പറമ്പ് കോടതിയിൽ 5 വർഷം സർവീസ് ചെയ്ത ഗോപിനാഥ് 30 വർഷക്കാലമായി പയ്യന്നൂർ കോടതിയിൽ സേവനമനുഷ്ഠിച്ചു വരുന്നുണ്ട്. കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റായ ഗോപിനാഥ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ പദവികളും മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി അംഗത്വവും വഹിച്ചിട്ടുണ്ട്. ലോയേഴ്സ് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായ റോഡ് തടയൽ സമരത്തിൽ പോലീസ് മർദ്ദനമേൽക്കുകയും അറസ്റ്റ് വരികയും ചെയ്തിട്ടുണ്ട്. 2010 കണ്ടങ്ങാളിൽ നോർത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ഗോപിനാഥ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കണ്ടങ്ങാളിലെ ജനങ്ങൾ 2010 എന്നെ ഈ വാർഡിൽ നിന്നും തിരഞ്ഞെടുത്തതാണ്. കണ്ടങ്ങാളിയിലെ ഈ വാർഡിലെ എല്ലാ ജനങ്ങളും വോട്ടർമാരും എൻ്റെ ഒരു കുടുംബാംഗങ്ങളെപ്പോലെയാണ് ഞാൻ കാണുന്നത്. അതുപോലെ വോട്ടർമാർ എന്നെയും അവരുടെ ഒരു സഹോദരനായി, സുഹൃത്തായി, ബന്ധുവായി കാണുന്നു. ഈ തെരഞ്ഞെടുപ്പിലും ഈ 21ാം വാർഡിലെ വോട്ടർമാർ എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് നെറ്റ്വർക്ക് ചാനലിലൂടെ ഈ കണ്ടങ്ങാളിലെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത്. പയ്യന്നൂർ നഗരസഭയിൽ ഒരു ഭരണമാറ്റമുണ്ടായാൽ അത് നഗരസഭയുടെ നിലവിലെ വികസനത്തിന് ഒരു മുതൽക്കൂട്ടായി മാറുമെന്നും വർഷങ്ങളായി പയ്യന്നൂരിൽ സാക്ഷാത്കരിക്കപ്പെടാത്ത പല പദ്ധതികളും നടപ്പിൽ വരുത്താൻ സാധിക്കുമെന്നും DK ഗോപിനാഥ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ കാലങ്ങളിലെന്ന പോലെ ഈ വോട്ടർമാരോടൊപ്പം, ഈ ജനങ്ങളോടൊപ്പം ഒന്നിച്ച് ഒരു സഹോദരനെ പോലെ എപ്പോഴും ഉണ്ടാകുമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഉറപ്പ്. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെ ഭരണമാറ്റവും കണ്ടങ്ങാളിയുടെ വിജയവും കണ്ടങ്ങാളിക്ക് ഒരു പുത്തൻ ഉണർവ് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കണ്ടങ്ങാളിയിലെ പൊതുകാര്യങ്ങൾക്ക് ഏതു നിമിഷവും ജനങ്ങൾ ഗോപിനാഥുമായും ഗോപിനാഥ് ജനങ്ങളുമായും ബന്ധപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ ജനസമിതി വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉള്ളത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടം സുഗമമായി നടപ്പിലാക്കുന്നതിനും ചട്ടലംഘനം നടത്തുന്നവർക്കെതിരെ നടപ്പിലാക്കുന്ന നടപടികളും സംബന്ധിച്ച് ഭൂരേഖ തഹസിൽദാർ SN അനിൽകുമാർ വിശദീകരിച്ചു. തഹസിൽദാർ കെ ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് വി കുഞ്ഞികൃഷ്ണൻ, M രാമകൃഷ്ണൻ, AP നാരായണൻ, ജോസ് തടത്തിൽ, OP ലക്ഷ്മണൻ, പുത്തലത്ത് കുമാരൻ എന്നിവർ സംബന്ധിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർമാരായ EK രാജൻ സ്വാഗതവും PP സുധാകരൻ നന്ദിയും പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താലൂക്ക് തലത്തിൽ ഭൂരേഖ തഹസിൽദാർ SN അനിൽകുമാർ നോഡൽ ഓഫീസറായി ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തി പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. സ്ക്വാഡിന്റെ പ്രവർത്തനം വരും ദിവസങ്ങളിൽ ഊർജിതപ്പെടുത്തുന്നതാണെന്ന് തഹസിൽദാർ അറിയിച്ചു. കയ്യിൽ പണിയായുധങ്ങളും മനസ്സിൽ വാർഡിലെ വോട്ടർമാരും. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും KM അനിൽകുമാർ ജോലി തിരക്കിലാണ്. രാമന്തളി മാലിന്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്ലാന്റിനെതിരെ നടന്ന ജനകീയ സമരങ്ങളിൽ പ്രധാനിയായിരുന്നു അനിൽകുമാർ. രാഷ്ട്രീയത്തെ ഉപജീവനമാർഗമാക്കുമ്പോൾ പൊതുപ്രവർത്തകർ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന കാഴ്ച സ്വാഭാവികമാണ്. രാഷ്ട്രീയത്തെ തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള പൊതുപ്രവർത്തകരിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുകയാണ് രാമന്തളി ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡ് UDF സ്ഥാനാർത്ഥി അനിൽകുമാർ. തെരഞ്ഞെടുപ്പിൽ തന്റെ കന്യംഗത്തിനായി ഇറങ്ങുമ്പോഴും ഇലക്ട്രിക് വർക്കിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ മാത്രമാണ് ഇദ്ദേഹം ആശ്രയിക്കുന്നത്. അതിരാവിലെ പണിയായുധങ്ങളുമായി തന്റെ ചിരകാല സുഹൃത്തിനൊപ്പം സൈറ്റിലേക്ക് പുറപ്പെടുന്ന ഇദ്ദേഹം 11 മണിയോടെ പണി മതിയാക്കും. പിന്നെ പ്രചരണ രംഗത്തേക്കാണ്. വോട്ടർമാരുമായി സംവദിച്ചും വീടുകൾ തോറും കയറിയിറങ്ങി അവരുടെ പ്രയാസങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയും വാർഡിൽ നടത്തേണ്ടുന്ന വികസന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചുമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. ഇലക്ട്രിക്കൽ ജോലികളുമായി ബന്ധപ്പെട്ട് വാർഡിലെ ജോലികളുമായി വളരെ കാലം മുമ്പ് തന്നെ മികച്ച ബന്ധം പുലർത്താൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. രാമന്തളി മാലിന്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ ഉപയോഗരഹിതമായപ്പോൾ പ്ലാന്റിനെതിരെ നടന്ന ജനകീയ സമരങ്ങളിൽ 9 ദിവസത്തെ നിരാഹാരമനുഷ്ഠിച്ച് സമരപരിപാടിക്ക് ചുക്കാൻ പിടിച്ചതും അനിൽകുമാർ ആയിരുന്നു. രാമന്തളിയിൽ കുരങ്ങ് ശല്യം രൂക്ഷമായപ്പോൾ അതിനെതിരെ നടന്ന ജനകീയ സമരത്തിന്റെ മുന്നണിയിലും ഇദ്ദേഹമുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തിരഞ്ഞെടുപ്പ് പ്രചരണവും എങ്ങനെ ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നതിനെപ്പറ്റി ആലോചിച്ചു. അപ്പോൾ രണ്ടും കൂടി ഇപ്പോൾ ഏകദേശം ഒരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഉച്ചവരെ ജോലിയും അത് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് പ്രചരണം എന്ന രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് ജോലിനെ കുറച്ച് ബാധിക്കും. കാരണം ഇനിയിപ്പം ഇലക്ഷൻ പ്രചരണം കുറച്ച് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഫുൾ ടൈം ജോലി ചെയ്യാൻ പറ്റില്ല. എങ്കിൽ കൂടിയും ഈ പ്രചരണ രംഗത്ത് പരമാവധി എൻ്റെ കഴിവ് തെളിയിച്ച് വിജയസാധ്യത ഉറപ്പുവരുത്തലാണ് എൻ്റെ ഉദ്ദേശം. മികച്ച ഒരു നാടക നടൻ കൂടിയായ അനിൽകുമാർ ജില്ലാതല കേരളോത്സവ നാടകത്തിൽ മികച്ച നടനായിരുന്നു. നാടിന്റെ ഏത് കാര്യത്തിലും രാപ്പകൽഭേദമന്യേ സജീവ സാന്നിധ്യമായ അനിൽകുമാറിന്റെ മികച്ച ജനപിന്തുണ വോട്ടായി മാറ്റാനായിരിക്കും UDFന്റെ ശ്രമം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ഷാജി തൈക്കീലിന്റെ ആദ്യഘട്ട പര്യടനം പൂർത്തിയായി. 3 ദിവസങ്ങളിലായി നടന്ന പര്യടന പരിപാടിയുടെ അവസാന ദിനം പടന്ന ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 8 വാർഡുകളിലും പര്യടനം പൂർത്തിയാക്കി. ഓരിമുക്കിൽ നിന്നും ആരംഭിച്ച പര്യടനം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് VKP ഹമീദ് അലി ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും ഈ പ്രാവശ്യം പടന്ന പഞ്ചായത്തിന്റെ ഭരണം UDFന്റെ കയ്യിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം 15 വർഷം കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പുള്ള 15 വർഷം LDFയുടെ പഞ്ചായത്ത് ഭരിച്ചപ്പോഴുണ്ടായ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും നമുക്കറിയാം. അതിനുശേഷം കഴിഞ്ഞ 5 വർഷം UDFന്റെ നേതൃത്വത്തിലുള്ള PC പോസിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം 5 വർഷം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ വന്നപ്പോൾ 15 വർഷം പ്രവർത്തിച്ചതിന്റെ എല്ലാം മാറ്റി നിർത്തി 5 വർഷം കൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിന്റെ മുഖച്ഛായ മാറ്റാൻ UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പടന്ന പഞ്ചായത്ത് UDF ചെയർമാൻ TKC മുഹമ്മദ് അലി ഹാജി, PK ഫൈസൽ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് MDP കരീം, KP പ്രകാശൻ, PKC റൌഫ് ഹാജി, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഷാജി തൈക്കിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പടന്ന ഡിവിഷൻ സ്ഥാനാർത്ഥി T രതില, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ PV മുഹമ്മദ് അസ്ലം, UK മുഷ്താഖ്, TKM റഫീഖ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വടക്കേപ്പുറം കോളനി, കാവുന്തല മദ്രസ പരിസരം, യാസിൻ മസ്ജിദ് പരിസരം, ബിസ്മില്ല റോഡ്, കാന്തിലോട് AP പള്ളി പരിസരം, കൈപ്പാട് പള്ളി പരിസരം, കൈപ്പാട് സലാം വീട് പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിലെ പര്യടനത്തിനു ശേഷം വൈകുന്നേരം പടന്ന ഹാജിമുക്കിൽ പര്യടനം സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
പയ്യന്നൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ഡ്രൈവിംഗ് ടെസ്റ്റും റോഡ് ടെസ്റ്റും ആരംഭിച്ചു. ഏച്ചിലാംവയലിലാണ് പയ്യന്നൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ടിന്റെ പരിധിയിലുള്ളവർക്കുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത്. പുതിയ RTO ഓഫീസ് തുറന്നതോടെ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ KL 86 നമ്പർ പയ്യന്നൂരിന് സ്വന്തമായിരുന്നു. ദേശീയപാതയിൽ വെള്ളൂർ പോസ്റ്റ് ഓഫീസിന് സമീപം HR പ്ലാസ കെട്ടിടത്തിലെ ഒന്നാം നിലയിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ്, പെർമിറ്റ്, ടാക്സ്, വാഹന രജിസ്ട്രേഷൻ, ഫിറ്റ്നസ് പരിശോധന തുടങ്ങിയ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഇവിടെ ലഭ്യമാകും. ചെറുപുഴ റോഡിൽ ഏച്ചിലാംവയലിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനും മറ്റുമായി സ്ഥലം കണ്ടെത്തിയിരുന്നു. അത് ഇന്നലെ നമ്മൾ ഈ 30/11/2020 ഇന്നലെ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ആരംഭിക്കുകയുണ്ടായി. ഇവിടെ ഏച്ചിലാംവയലിലുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത്. ഇവിടെ പരിമിതമായ സാഹചര്യങ്ങളേ ഉള്ളൂ, വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ ജനങ്ങളുടെ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് മാക്സിമം കഴിയുന്നത്ര സർവീസുകൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ടാണ് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ നടത്തുന്നത്. ചെറിയ ബോധവൽക്കരണം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ആരംഭിക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് ആരംഭിച്ചതോടെ ലൈസൻസ് എടുക്കാൻ തയ്യാറാകുന്ന കരിവള്ളൂർ, വെള്ളൂർ, രാമതളി, കോറോം, പുളിങ്ങോം, തിരുമേനി, പെരിങ്ങോം, വയക്കര, പെരുന്തട്ട, ആലപ്പടമ്പ, കാങ്കോൽ, പെരളം, വെള്ളോറ, കുറ്റൂർ, എരമം, പയ്യന്നൂർ, പാണപ്പുഴ, കടന്നപ്പള്ളി, ചെറുതാഴം, കുഞ്ഞിമംഗലം, ഏഴോം, മാടായി എന്നീ വില്ലേജുകളിലുള്ളവർക്ക് ഇവിടെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റും. മുൻകാലങ്ങളിൽ തളിപ്പറമ്പ് RTO ഓഫീസിന്റെ കീഴിലായിരുന്നു ഇവിടെയുള്ളവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നത്. റോഡ് സുരക്ഷ, ജീവൻ രക്ഷ എന്ന ലക്ഷ്യം മുൻനിർത്തി റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കർശനമായ പരിശോധന ഉണ്ടാകുമെന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ P. ശ്രീനിവാസൻ പറയുന്നു. കേരളത്തിലെ ദിവസവും 10-നും 15-നും ഇടയിലുള്ള ആൾക്കാർ റോഡ് അപകടത്തിൽപ്പെട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതലും അശ്രദ്ധ തന്നെയാണ് കാരണം. അപ്പോൾ അശ്രദ്ധയും മദ്യപിച്ച് വാഹനം ഓടിക്കൽ, മൊബൈൽ ഫോണിൽ സംസാരിച്ച് വാഹനം ഓടിക്കൽ, ജീവൻ രക്ഷാ ഉപാധികളായ ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ ഇല്ലാതെ വാഹനം ഓടിക്കുന്നതൊക്കെ അപകടങ്ങൾക്കും മരണങ്ങൾക്കും ഒക്കെ കാരണമാവുന്നുണ്ട്. ഒരുപാട് ജീവൻ അപകടത്തിൽപ്പെടുന്നുണ്ട്, ഒരുപാട് കുടുംബം അനാഥാവുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, റോഡ് സുരക്ഷ എന്നത് ജീവൻ രക്ഷയാണ്. നമ്മളൊക്കെ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടവരാണ്. അപകടത്തിൽപ്പെട്ട് മരിക്കേണ്ടവരോ അല്ലെങ്കിൽ ജീവച്ഛവമായിട്ട് കുടുംബത്തിനും സമൂഹത്തിനും ബാധ്യമായി ജീവിച്ച് മരിക്കേണ്ടവരോ അല്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, റോഡ് സുരക്ഷ എന്നത് വളരെ പ്രധാനമായിട്ട് എടുക്കുക, നമ്മുടെ ജീവൻ്റെ ഭാഗമായിട്ട് എടുക്കുക. റോഡ് സുരക്ഷ, ജീവൻ രക്ഷ. എല്ലാ താലൂക്കുകളിലും സബ് RTO ഓഫീസുകൾ പ്രവർത്തിക്കണമെന്ന തീരുമാനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 4 ഇടങ്ങളിലാണ് സബ് RTO ഓഫീസുകൾ തുറന്നത്. കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക്, കൊല്ലം ജില്ലയിലെ ചടയമംഗലം, പത്തനാപുരം എന്നിവയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട മറ്റ് ഓഫീസുകൾ. ഇതോടെ മോട്ടോർ വാഹന വകുപ്പിന് കീഴിലുള്ള സബ് RTO ഓഫീസുകളുടെ എണ്ണം 67ആയി. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 12 സബ് RTO ഓഫീസുകളാണ് പുതുതായി അനുവദിച്ചത്. കൊണ്ടോട്ടിയിലേതുകൂടി പൂർത്തിയായാൽ സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും സബ് RTO ഓഫീസുകളാകും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കാസർഗോഡ് ജില്ലയുടെ കിഴക്കേ അറ്റത്ത് പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് കോട്ടഞ്ചേരി മല. പച്ചപ്പ് നിറഞ്ഞ കുന്നിൻ ചെരുവുകളും കൂറ്റൻ പാറക്കല്ലുകളുമാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. ഈ പാറക്കല്ലുകളിൽ കണ്ണുവെച്ച് കോട്ടഞ്ചേരി മല ഖനന മാഫിയ കീഴടക്കാനൊരുങ്ങുന്നു. സംസ്ഥാനത്തെമ്പാടുമുള്ള പരിസ്ഥിതി പ്രവർത്തകർ ഈ വാർത്തയിൽ അസ്വസ്ഥരും ആശങ്കാകുലരുമാണ്. കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി ക്യാമ്പ് നടന്നത് കോട്ടഞ്ചേരി മലയിലാണ്. 1978 പരിസ്ഥിതി പ്രവർത്തകൻ ജോൺ സി ജേക്കബിന്റെ സുവോളജി ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് നടന്നത്. അനൗപചാരിക പരിസ്ഥിതി വിദ്യാഭ്യാസത്തിന്റെ ഭൂമികയാണ് കോട്ടഞ്ചേരി മലയെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. പ്രകൃതിയെ തൊട്ടറിഞ്ഞുകൊണ്ട് തന്നെ പ്രകൃതിയെ പഠിക്കാനുള്ള ഇടം. ബ്രഹ്മഗിരി മലനിരകളുടെ ഭാഗമാണ് കോട്ടഞ്ചേരി. തലക്കാവേരി വന്യജീവി കേന്ദ്രത്തിന്റെ തുടർച്ചയായി വരുന്ന പ്രദേശമാണ് കോട്ടഞ്ചേരി വനം. എന്നാൽ പരിസ്ഥിതിലോല പ്രദേശങ്ങളിൽ ഇതിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. നോട്ടിഫിക്കേഷൻ ഡ്രാഫ്റ്റിൽ പരിസ്ഥിതിലോല പ്രദേശമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. 2 ഉയർന്ന കുന്നുകളാണ് കോട്ടഞ്ചേരിയിലുള്ളത്. തായൻകുന്ന്, പന്നിയാർമാനി എന്നീ കുന്നുകളാണവ. പന്നിയാർമാനിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഭാഗമാണ് പാമത്തട്ട്. അതാണ് ഖനനത്തോടെ ഇല്ലാതാകുന്നത്. നിലവിൽ 2.33 ഹെക്ടറിൽ മാത്രമാണെങ്കിലും കേരളത്തിലെ ക്വാറികളുടെ ചരിത്രം പരിശോധിച്ചാൽ പിന്നീട് വലുതാകുന്നതായി കാണാം. മാത്രമല്ല 150 ഏക്കറോളം സ്ഥലത്തിന് അവർ പണവും നൽകി കഴിഞ്ഞു. നാളെ വ്യാപകമായ ഖനനത്തിനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. കുറെ കാലങ്ങളായി മഴവെള്ളം സംഭരിച്ചിരിക്കുന്ന സ്ഥലമാണ് കോട്ടഞ്ചേരി മല. മണ്ണിനുള്ളിലും കല്ലുകൾക്കിടയിലുമാണ് ഈ വെള്ളം സംഭരിച്ചിരിക്കുന്നത്. മധുവാഹിനി, ചൈത്രവാഹിനി തുടങ്ങിയ ഒരുപാട് പുഴകളും അവിടെ ഒഴുകുന്നുണ്ട്. കുറെ വർഷങ്ങളായി സംഭരിച്ചു വച്ചിരിക്കുന്ന ജലമാണ് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിനടിയിൽ നിന്നുമാണ് ഖനനത്തിനുള്ള പാറയെടുക്കാൻ പോകുന്നത്.
പാറയെടുക്കുന്നതോടെ ഈ ജലം ശക്തമായ രീതിയിൽ തള്ളപ്പെടുകയും കവളപ്പാറയിലും പുത്തുമലയിലും ഉണ്ടായതിനേക്കാൾ വലിയ ദുരന്തമുണ്ടാവുകയും ചെയ്യും. 25 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശം മുഴുവനുമായിരിക്കും അതിലൊലിച്ചു പോവുക. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ പുഴയായ തേജസ്വിനി പുഴയുടെ ഉദ്ഭവസ്ഥാനം കോട്ടഞ്ചേരി മലകളാണ്. കാസർഗോഡ് ജില്ലയിലെ തന്നെ 2 പ്രധാന പുഴകളായ കാര്യങ്കോട് പുഴയും ചന്ദ്രഗിരി പുഴയും ഉത്ഭവിക്കുന്നതും ഈ വനഭൂമിയിൽ നിന്നാണ്. ഖനനത്തിലൂടെ ആ വനഭൂമി കൂടിയാണ് ഇല്ലാതാവുക. വ്യക്തമായ ഒരു പഠനം നടത്താതെയാണ് ജിയോളജി വകുപ്പ് പാറ പൊട്ടിക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നതെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നു. പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ സ്ഫോടനം മൂലം തൊട്ടടുത്ത അതിൻ്റെ പ്രകമ്പനങ്ങൾ തൊട്ടടുത്ത മലഞ്ചെരിവുകളെ ബാധിക്കും. ശബ്ദവും പൊടിയും അതിനേക്കാൾ ഉപരിയായിട്ട് ഇതിൻ്റെ ചലനങ്ങൾ തൊട്ടടുത്ത പാറക്കെട്ടുകളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ്. കാരണം ഒറ്റ പാറയായിട്ടല്ല ഇവിടെ ഉള്ളത്, എല്ലാം ഭീമാകാരങ്ങളായ അനവധി പാറക്കെട്ടുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ ചെറിയ ചലനം പോലും അതിനെ പ്രതികൂലമായിട്ട് ബാധിക്കുകയാണ് ഉണ്ടാവുക. ഖനനത്തിന്റെ പാരിസ്ഥിതികാഘാതം കൃത്യമായി വിലയിരുത്തപ്പെട്ടിട്ടുമില്ല. കേരളമാകെയുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെ വൈകാരിക ഇടമാണ് കോട്ടഞ്ചേരി മലനിരകൾ എന്നതിനാൽ തന്നെ അവരും ഖനനത്തിനെതിരെ ശക്തമായി രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കർഷക സമരത്തിന് ഐക്യദാർഢ്യവുമായി ഡിവൈഎഫ്ഐയുടെ ട്രാക്ടർ റാലി. മാത്തിൽ ടൗണിൽ നടന്ന റാലിയുടെ ഫ്ളാഗ് ഓഫ് CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി C. സത്യപാലൻ നിർവഹിച്ചു. ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് യുവാക്കൾ നടത്തിയ ട്രാക്ടർ റാലി വേറിട്ടൊരു സമരമാർഗമായി. ഡിവൈഎഫ്ഐ പെരിങ്ങോം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാത്തിൽ ടൗണിൽ നിന്നുമാണ് ട്രാക്ടർ റാലി ആരംഭിച്ചത്. കർഷകരുടെ കണ്ണീർ വീഴ്ത്തുന്ന ഭരണാധികാരികൾക്ക് കാലം മാപ്പ് നൽകില്ലെന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് C. സത്യപാലൻ പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ അനുഭവത്തിൽ കാർഷിക മേഖലയെ സംബന്ധിച്ചുള്ള നിയമനിർമ്മാണങ്ങൾ പ്രധാനമായും അത് സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരത്തിൽപ്പെടുന്നതാണ്. ആ സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്ന കാർഷിക മേഖലയെ ആകമാനം ബാധിക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് കേന്ദ്ര ഗവൺമെന്റ് ജനാധിപത്യ വിരുദ്ധമായ വഴികളിലൂടെ നടത്തുക. പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചാൽ ആ ബില്ലിന്റെ മേലെ പാർലമെന്റ് അംഗങ്ങൾ ചർച്ച ചെയ്യണം. ചടങ്ങിൽ P. അജിത് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് P. സിദ്ധൻ, അരുൺ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. മാത്തിലിൽ നിന്നും പുറപ്പെട്ട് കാങ്കോലിൽ സമാപിച്ച ട്രാക്ടർ റാലിക്ക് വഴിയോരങ്ങളിൽ നിരവധി പേർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. റാലിക്ക് അകമ്പടിയായി നടത്തിയ ബൈക്ക് റാലിയും ശ്രദ്ധയാകർഷിച്ചു. കാങ്കോലിൽ നടന്ന സമാപന സമ്മേളനം M. ഷാജിർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് P. സിദ്ധൻ, VP രജീഷ്, MV ദീപേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പെരിയ കേസ് CBIക്ക് വിട്ട കോടതി നടപടി സർക്കാരിനേറ്റ തിരിച്ചടിയാണെന്ന് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. കേസിൽ CPMലെ ഉന്നതർ പ്രതികളാകുമെന്നും ഉണ്ണിത്താൻ. വെങ്ങരയിൽ UDF കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോടിക്കണക്കിന് രൂപ കമ്മീഷൻ പറ്റുന്ന ഏജന്റായി പിണറായി മാറിയെന്നും പിണറായിയും തോമസ് ഐസക്കും തമ്മിൽ പരസ്യമായി തമ്മിലടിക്കുകയാണെന്നും പാർട്ടി സെക്രട്ടറിയുടെ മകൻ കോടികളുടെ മയക്കുമരുന്ന് കേസിൽ പെട്ടിരിക്കുന്നുവെന്നും അഴിമതിയുടെ കേളിരംഗമായി കേരളം മാറിയിരിക്കുന്നുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. നമ്മുടെ ജയരാജൻ പ്രതിയായതുപോലെ കാസർഗോഡ് ജില്ലയിലെ ഉന്നതന്മാർ പ്രതിയാകും. കാസർഗോഡ് മാത്രമല്ല, കണ്ണൂർ ജില്ലയിലും ഉണ്ട് പ്രതികൾ. കാരണം 17-ാം തീയതി കൊലപാതകം നടക്കുന്നു, 16-ാം തീയതി അവൈലബിൾ ബ്രാഞ്ച് കമ്മിറ്റി കൂടുന്നു. കണ്ണൂർ ജില്ലയിൽ നിന്നൊരു ജീപ്പിൽ വാടക കൊലയാളികൾ വന്ന് പയ്യന്നൂരിൽ, അന്നൂരിൽ താമസിച്ചു. തെളിവുകളുണ്ട്. അവിടെ നിന്നാണ് കൊല നടത്താൻ കല്യോട്ടേക്ക് എത്തുന്നത്. കല്യോട്ട കൊലപാതകം നടത്തിയ പ്രതികളെ രക്ഷിക്കാൻ ഞങ്ങൾ 88 ലക്ഷം രൂപ ചെലവാക്കി. ഇനിയും ചെലവാക്കും. ആർക്കു വേണ്ടിയാ മിസ്റ്റർ വിജയ? എന്തിനു വേണ്ടിയാ മിസ്റ്റർ വിജയ? യോഗത്തിൽ മാടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുധീർ വെങ്ങര അധ്യക്ഷത വഹിച്ചു. CMB പോളിറ്റ് ബ്യൂറോ അംഗം CA അജീർ, DCC ഭാരവാഹികളായ KV രാമചന്ദ്രൻ, രജിത് നാറാത്ത്, നൌഷാദ് വാഴവളപ്പിൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PP കരുണാകരൻ, മടപ്പള്ളി പ്രദീപൻ, കുടച്ചീരെ ശ്രീജിത്ത്, വാർഡ് പ്രസിഡന്റ് KV നന്ദനൻ എന്നിവർ പ്രസംഗിച്ചു. സ്ഥാനാർത്ഥികളെ ഷോളണീച്ച് സ്വീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്,
പഴയങ്ങാടി. നീണ്ട ഇടവേളയ്ക്ക് ശേഷം പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിയിൽ വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ പരിശീലനം പുനരാരംഭിച്ചു. പ്രശസ്ത ഫുട്ബോൾ താരം അനസ് എടതൊടിക ഉദ്ഘാടനം ചെയ്തു. കോവിഡ് പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്കായുള്ള പരിശീലനം വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് പുനരാരംഭിച്ചത്. പ്രശസ്ത ഫുട്ബോൾ താരം അനസ് എടതൊടിക ഉദ്ഘാടനം ചെയ്തു. മഹാമാരിയുടെ ശേഷം ഒരു ഫുട്ബോൾ അക്കാഡമി നോക്കുന്ന കണ്ടിട്ട് ഇവിടെയാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്, ഒരു ഇനാഗുറേഷൻ. സോ അത് നല്ല സക്സസ്സിലൂടെ ആട്ടെ. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ടാലൻ്റുള്ള വിദ്യാർത്ഥികളും ഈവൻ ഗേൾസും ഉള്ള അക്കാഡമി കൂടെയാണ് ഈ പയ്യന്നൂർ അക്കാഡമി. അക്കാദമി ചെയർമാൻ ടി വിശ്വനാഥൻ, വൈസ് ചെയർമാൻ കെ രവീന്ദ്രൻ, കെ ഷൈജു, എം സഞ്ജീവൻ, സി വി ദിലീപൻ, കെ രമേശൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ആധുനിക ഫുട്ബോളിന്റെ മുഴുവൻ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ശാസ്ത്രീയമായ രീതിയിലും പ്രഗത്ഭരും ഫുട്ബോൾ താരങ്ങളുമാണ് പരിശീലനം നൽകുന്നത്. ബേച്ചിംപൂട്ടിയ ചെന്നൈ ഫുട്ബോൾ അക്കാദമി തുടങ്ങിയ ഇടങ്ങളിലേക്കും അക്കാദമിയിൽ നിന്ന് പരിശീലനം തേടിയ കുട്ടികൾക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട്. 125 വിദ്യാർത്ഥികളാണ് ആകെയുള്ളത്. ഓൺലൈൻ ക്ലാസുകളുടെ സമയക്രമത്തിനനുസരിച്ച് വിവിധ ഷിഫ്റ്റുകളിലായിരിക്കും പരിശീലനം നൽകുക. കെ ഗണേശൻ, ഷസിൻ ചന്ദ്രൻ, സദൻ വെള്ളൂർ, അനിൽകുമാർ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ പ്രഗത്ഭരും പ്രശസ്തരുമായ കോച്ചുകളാണ് പരിശീലനം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വൻകിട കമ്പനികൾക്ക് പെർമിറ്റില്ലാതെ ഏതു റൂട്ടിലും ബസ് ഓടിക്കാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. ഓൺലൈൻ ടാക്സി സർവീസിന് മാർഗനിർദ്ദേശങ്ങൾ ഇറക്കിയതിനൊപ്പമാണിത്. കേന്ദ്ര നിയമത്തിന് അനുസൃതമായി സംസ്ഥാന സർക്കാരിനും ഉത്തരവിറക്കാമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പറയുന്നു. ഓൺലൈനിൽ വാടക ഈടാക്കി ഏതുതരം വാഹനങ്ങളും ഓടിക്കാം. ഇതോടെ ഓൺലൈൻ ടിക്കറ്റ് നൽകി ഏതു റൂട്ടിലും ബസ് ഓടിക്കാനുള്ള അവകാശം അഗ്രിഗേറ്റർ ലൈസൻസ് സമ്പാദിക്കുന്നവർക്ക് കിട്ടും. ഓൺലൈൻ ടാക്സി സർവീസിനെ നിയന്ത്രിക്കാനിറക്കിയ ഭേദഗതി KSRTC ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കുത്തക തകർക്കുന്നതാണ്. കേന്ദ്ര മോട്ടോർ വാഹന നിയമ ഭേദഗതി പ്രകാരം ഓൺലൈൻ ടാക്സികളെ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണത്തിന് നിർദ്ദേശിച്ചിരുന്നു. ഇതുപ്രകാരമാണ് കേന്ദ്ര നടപടി. നിലവിലെ അന്തർ സംസ്ഥാന ആഡംബര ബസ് ഓപ്പറേറ്റർമാർക്ക് അഗ്രിഗേറ്റർ ലൈസൻസ് എടുത്താൽ ഏതു റൂട്ടിലും ടിക്കറ്റ് നൽകി യാത്രക്കാരെ കൊണ്ടുപോകാൻ കഴിയും. ഇവർ ഉപയോഗിക്കുന്ന ഓൺലൈൻ ബുക്കിംഗ് സംവിധാനങ്ങളും മൊബൈൽ ആപ്പും നിയമവിധേയമാക്കി. ഡ്രൈവർമാർക്കും ജീവനക്കാർക്കും യോഗ്യതയും നിഷ്കർഷിച്ചു. ഇവർക്ക് പരിശീലന ക്ലാസുകളും ആരോഗ്യ പരിശോധനയും ഇൻഷുറൻസും നിർബന്ധമാണ്. യാത്രക്കാർക്ക് ഡ്രൈവർമാരുടെ സേവനങ്ങൾ വിലയിരുത്തി മാർക്കിടാം. 5 വർഷത്തേക്ക് 5 ലക്ഷം രൂപയാണ് ലൈസൻസ് ഫീസ്. 100 ബസ്സുകളും 1000 മറ്റു വാഹനങ്ങളുമുള്ള കമ്പനികൾ 1 ലക്ഷം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി അടക്കണം. സഹകരണ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾക്കും ലൈസൻസിന് അപേക്ഷിക്കാം. സംസ്ഥാന സർക്കാരുകളോ അവർ ചുമതലപ്പെടുത്തുന്ന ഏജൻസികളോ ആണ് ലൈസൻസ് നൽകേണ്ടത്. സംസ്ഥാന സർക്കാർ അനുവദിച്ച യാത്രക്കാരെ കൊണ്ടുപോകാൻ സ്വകാര്യ വാഹനങ്ങളും ഉപയോഗിക്കാം. അന്തർ സംസ്ഥാന പാതകളിലെ സ്വകാര്യ ബസ്സുകൾ നിയമവിധേയമാക്കുന്നതാണ് ഓൺലൈൻ അഗ്രിഗേറ്റർ പോളിസി. ഓൺലൈൻ പോളിസി നടപ്പാക്കുന്നതോടെ നിലവിലെ പെർമിറ്റ് വ്യവസ്ഥ അപ്രസക്തമാകും. കോൺട്രാക്ട് കാരേജ് പെർമിറ്റുള്ള ബസ്സുകൾ പ്രത്യേകം ടിക്കറ്റ് നൽകി യാത്രക്കാരെ കൊണ്ടുപോകുന്നത് റൂട്ട് ബസ് പെർമിറ്റ് വ്യവസ്ഥകളുടെ ലംഘനമാണ്. ഇതുപയോഗിച്ചാണ് അനധികൃത ബസ്സുകൾ മോട്ടോർ വാഹന വകുപ്പ് തടഞ്ഞിരുന്നത്. എന്നാൽ ഓൺലൈനിൽ ടിക്കറ്റ് വിൽക്കാനും യാത്രക്കാരെ കൊണ്ടുപോകാനും അനുമതി ലഭിച്ചതോടെ ഇവ തടയാൻ കഴിയാതെ വരും. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ കത്ത് ലഭിച്ചിട്ടുണ്ടെന്നും നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം നടപടിയെടുക്കുമെന്നുമാണ് ഗതാഗത വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മാടായി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പച്ചക്കറി തൈ വിതരണം ആരംഭിച്ചു. കൃഷി ഓഫീസർ വിനോദ് കുമാർ നേതൃത്വം നൽകി. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കൃഷിഭവൻ ആഴ്ചച്ചന്ത വഴി തക്കാളി, വഴുതിന തൈകൾ വിതരണം ആരംഭിച്ചു. ആവശ്യമുള്ളവർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് എത്തിച്ചേരണമെന്ന് കൃഷി ഓഫീസർ വിനോദ് കുമാർ പറഞ്ഞു. ഇതിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ഉത്പാദിപ്പിച്ച തൈകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി വിപുലമായ മാർക്കറ്റിംഗ് സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ആഴ്ചച്ചന്ത വഴി കർഷകർ ഉൽപ്പാദിപ്പിച്ച തൈകളും അതുപോലെ മറ്റ് കാർഷികോൽപ്പന്നങ്ങളും വിതരണം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ആഴ്ചച്ചന്ത വഴിയാണ് തൈകൾ വിതരണം ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ സീസണിൽ വിപുലമായ പച്ചക്കറി കൃഷി ഉദ്ദേശിച്ചുകൊണ്ട് കർഷകർക്ക് തൈകൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് വിതരണം ചെയ്തിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നന്ദനം ബിൽഡ് മാർട്ട് പഴയങ്ങാടി അടുത്തിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു.
അടുത്തിലയിലെ പ്രവാസി പി പ്രേമരാജന്റെ പുതിയ സംരംഭമായ നന്ദന മിൽമാട്ട് പഴയങ്ങാടി അടുത്തിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. വിവിധ കമ്പനികളുടെ വ്യത്യസ്ത മോഡലുകളിലുള്ള ലോക്കുകൾ, കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സാധനങ്ങൾ വിലക്കുറവിലും ലഭ്യമാണ്. അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന അടുത്തില പഴയങ്ങാടി പ്രദേശത്തെ പുതിയ സംരംഭത്തിന് TV രാജേഷ് MLA എല്ലാവിധ ഭാവങ്ങളും നേർന്നു. അടുത്തില ജംഗ്ഷൻ നമ്മുടെ പുതിയ വീടിന് നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികളുടെ ഒരു മികച്ച ഷോറൂം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. നന്ദനം ബിൽഡ് മാർട്ട് എന്നാണ് ഇതിന്റെ പേര്. പ്രവാസിയും അതോടൊപ്പം തന്നെ ബിസിനസ്സുകാരുമായിട്ടുള്ള ശ്രീ പ്രേമരാജനാണ് ഇത്തരമൊരു സ്ഥാപനം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായും വികസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ഏറ്റവും പുതിയ രീതിയിൽ വീട് നിർമ്മാണം ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഗുണമേന്മയുള്ള ഉപകരണങ്ങൾ, സാമഗ്രികൾ ലഭ്യമാകുന്ന, മിതമായ വിലക്ക് ലഭ്യമാകുന്ന ഒരു നല്ല സ്ഥാപനമായി ഇത് ഉയർന്നു വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. പി പ്രേമരാജൻ, PV പ്രസന്നകുമാരി, അഖിൽ രാജ്, അമൽ രാജ്, നാരായണ പിടാരർ, PP മോഹനൻ, ഹരീഷ്, സത്യൻ SP തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരളത്തിലെ ജനങ്ങളെ പിണറായി ഗവൺമെന്റ് ഭ്രാന്താലയത്തിൽ അടച്ചുപൂട്ടിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. KSFയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തി തോമസ് ഐസക്കും പിണറായി വിജയനും പോരടിക്കുകയാണെന്നും ഉണ്ണിത്താൻ. പഴയങ്ങാടി അടുത്തലയിൽ കോൺഗ്രസ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉണ്ണിത്താൻ. മാടായി ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി VKV മനോജ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി AV സനൽ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സുധീഷ് കടന്നപ്പള്ളി എന്നിവരുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച കുടുംബസംഗമം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാരിന്റെ ചിട്ടിക്കമ്പനി ഇന്നിപ്പോ പറഞ്ഞിരിക്കുന്നു അത് തട്ടിപ്പാന്ന്. പറഞ്ഞതാരാ? പ്രതിപക്ഷമല്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് പറഞ്ഞിരിക്കുന്നു KSFE തട്ടിപ്പാണ്. അവിടെ കള്ളപ്പണം വെളുപ്പിക്കുന്നു, അനധികൃതമായ ഇടപാടുകൾ നടക്കുന്നു, വ്യാജ ചിട്ടികൾ നടക്കുന്നു. തോമസ് ഐസക് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് വട്ടാണ്. പ്രതിപക്ഷം എന്തു പറഞ്ഞാലും ഐസക് പറയും ഭ്രാന്താണ്, വട്ടാണ്. ഇപ്പോ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു എനിക്കല്ല വട്ട്, തോമസ് ഐസക്കിനാണ് വട്ട്. സുധീർ വെങ്ങര അധ്യക്ഷത വഹിച്ചു. PP കരുണാകരൻ, T കരുണാകരൻ, KVN കുഞ്ഞമ്പു, AV രാജീവൻ, PM ഷെരീഫ്, സജിത് കുമാർ MV, T ബാബു എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ട്രോഫി മൊമെന്റോ നിർമ്മാതാക്കളായ അഞ്ചില്ലത്ത് ഗ്രൂപ്പ് മാനുഫാക്ചറിംഗിന്റെ ആദ്യ ഷോറൂം തൃക്കരിപ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തെ യാം ബിൽഡിംഗിലാണ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. പ്രശസ്ത ഫുട്ബോൾ താരങ്ങളായ മുഹമ്മദ് റാഫി, M സുരേഷ്, അനസ് എടത്തൊടിക്ക എന്നിവർ ചേർന്നാണ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അഞ്ചില്ലത്ത് ഗ്രൂപ്പ് മാനുഫാക്ചറിന്റെ ആദ്യ ഷോറൂമാണ് തൃക്കരിപ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചത്. ജില്ലയിലെ ആദ്യത്തെ UV പ്രിന്റിംഗ്, 10 രൂപ മുതൽ മെമന്റോകൾ, വാൾ ഫ്രെയിംസ്, CNC കട്ടിംഗ്, ലേസർ കട്ടിംഗ്, എൻഗ്രേവിംഗ് വർക്കുകൾ, മെമന്റോകൾ, ട്രോഫികൾ എന്നിവ അഞ്ചില്ലത്ത് ഗ്രൂപ്പിന്റെ ഈ ഷോറൂമിൽ ലഭ്യമാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സാണ് നമ്മൾ സാധനങ്ങൾ കൂടുതൽ ചെയ്യുന്നത്. ഓരോ പ്രോഗ്രാമിന്റെ തീമിനെ കണക്കായിട്ടാണ് നമ്മൾ സാധനങ്ങൾ ഉണ്ടായി കൊടുക്കുന്നത്. കേരളത്തിൽ തന്നെ ഇത്രയും വലിയൊരു കൺസെപ്റ്റിലുള്ള ഷോറൂം കുറവന്നായിരിക്കുമെന്നാണ് ഇവിടെ ഉദ്ഘാടനത്തിൽ വന്നവരൊക്കെ 10 രൂപ മുതൽ മൊമെന്റോസ് നമ്മൾ നിർമ്മിച്ച് നൽകുന്നതാണ്. അതേപോലെ ട്രോഫികൾ, വാട്ടർസ്, ക്ലോക്സ്, LED, വീഡിയോ ബോർഡ്, സെയിം ബോർഡ്, ഇതൊക്കെ നമ്മുടെ പ്രത്യേകതയാണ്. ഏറ്റവും കൂടുതലായിക്കൊണ്ട് കസ്റ്റമൈസ് സാധനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു വിലവാന ശേഖരമാണ് ഇപ്പോൾ. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തെ യാം ബിൽഡിംഗിലാണ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ താലൂക്ക് ഓഫീസിൽ ലയൺസ് സ്വച്ഛ് ഭാരത് പദ്ധതി നടപ്പിലാക്കി. പരിപാടിയുടെ ഭാഗമായി ലയൺസ് ക്ലബ് ഓഫ് പയ്യന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തിന് ആവശ്യമായ വേസ്റ്റ് ബിന്നുകൾ നൽകി. ലയൺസ് റീജിയണൽ ചെയർമാൻ ജയരാജ് കുട്ടമത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വേസ്റ്റ് ബിന്നുകൾ വിതരണം ചെയ്തു. പയ്യന്നൂർ താലൂക്ക് ഓഫീസർ K ബാലഗോപാലൻ മുഖ്യാതിഥിയായി വേസ്റ്റ് ബിന്നുകൾ ഏറ്റുവാങ്ങി. ലയൺസ് പ്രസിഡന്റ് ഡോക്ടർ സുജ വിനോദ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർമാരായ PI രാജേഷ്, EK രാജൻ, സ്റ്റാഫ് സെക്രട്ടറി മനോജ്, ലയൺസ് സെക്രട്ടറി P ഗംഗാധരൻ, ട്രഷറർ മനോജ് പറമ്പത്ത് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിയ കേസ് CBIക്ക് വിട്ട കോടതി നടപടി സർക്കാരിനേറ്റ തിരിച്ചടിയാണെന്ന് MP രാജ്മോഹൻ ഉണ്ണിത്താൻ.
വോട്ട് തേടി തുഴയെറിഞ്ഞ പുഴ താണ്ടി തെക്കേ തൃക്കരിപ്പൂർ കടപ്പുറത്തെ LDF സ്ഥാനാർത്ഥി മനോഹരൻ. ചെറുപുഴയിലെ വികസന മുരടിപ്പെടുത്തുകാട്ടി ഭരണം തിരിച്ചുപിടിക്കാനുള്ള തയ്യാറെടുപ്പിൽ LDF. കയ്യിൽ പണിയായുധങ്ങളും മനസ്സിൽ വാർഡിലെ വോട്ടർമാരും. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും KM അനിൽകുമാർ ജോലി തിരക്കിൽ. പയ്യന്നൂർ നഗരസഭയിൽ ഭരണമാറ്റം സംഭവിച്ചാൽ വർഷങ്ങളായി യാഥാർത്ഥ്യമാകാത്ത പദ്ധതികൾക്ക് വേഗം കൂട്ടുമെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് DK ഗോപിനാഥ്. പയ്യന്നൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ഡ്രൈവിംഗ് ടെസ്റ്റും റോഡ് ടെസ്റ്റും ആരംഭിച്ചു. റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്ന ലക്ഷ്യം മുൻനിർത്തി റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കർശനമായ പരിശോധന ഉണ്ടാകുമെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ P. ശ്രീനിവാസൻ. പാറക്കല്ലുകൾ തേടി കോട്ടഞ്ചേരി മല ഖനന മാഫിയ കീഴടക്കാൻ ഒരുങ്ങുന്നു. പശ്ചിമഘട്ടത്തിലെ ഒരു ജൈവ വ്യവസ്ഥ കൂടി ഇല്ലാതാക്കപ്പെടാൻ പോകുന്ന ഞെട്ടലിൽ പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും. ഡൽഹിയിലെ കർഷക സമരത്തിന് പിന്തുണയേറുന്നു. കർഷകരും വിവിധ സംഘടനകളും സമരവുമായി പൊതുനിരത്തുകളിലേക്ക്. കർഷക സമരത്തിന് ഐക്യദാർഢ്യവുമായി DYFIയുടെ ട്രാക്ടർ റാലി. നീണ്ട ഇടവേളയ്ക്ക് ശേഷം പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിയിൽ വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ പരിശീലനം പുനരാരംഭിച്ചു. വൻകിട കമ്പനികൾക്ക് പെർമിറ്റ് ഇല്ലാതെ ഏതു റൂട്ടിലും ബസ് ഓടിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.